ചർച്ചയിലേക്ക് ശ്രീ എൻ വി ബാലകൃഷ്ണൻ, പിണറായി വിജയൻ അല്ലാതെ മറ്റേതെങ്കിലും നേതാവിന് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് തുടർച്ചയായി പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക വാചകങ്ങളിൽ പുകഴ്ത്തൽ അല്ലെങ്കിൽ പ്രത്യേക വരികളിലൂടെ പാട്ടുകളിലൂടെ പുകഴ്ത്തൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ? മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ ഒരു വലിയ ഒരു ഫാൻ ഗ്രൂപ്പ് വരികയും അതിനുശേഷം അദ്ദേഹം പോകുന്ന സ്ഥലത്തെല്ലാം പ്രത്യേക തരത്തിലുള്ള ഒരു സംവിധാനം അത് ദൃശ്യങ്ങളിലൂടെ ആ രൂപത്തിൽ കാണിക്കും. അദ്ദേഹം അമാനുഷികനാണ് എന്ന രൂപത്തിൽ അവതരിപ്പിക്കും. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വയം തോന്നുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഓർക്കുന്നില്ലേ? അപ്പോൾ ആ രൂപത്തിൽ മോദിയിലാണ് കണ്ടിട്ടുള്ളത്, ഇവിടെ പിണറായി വിജയനിൽ മറ്റേതെങ്കിലും നേതാക്കൾ കണ്ടതായി താങ്കൾ ഓർക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ സുഹൃത്ത് ശശികുമാർ ചർച്ചയിൽ നിന്ന് പോയി എന്ന് ഞാൻ കരുതുന്നത്. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ ഒരിക്കലും ഇതുപോലൊരു പൊതുവേദി പറയാൻ പാടില്ലാത്തൊരു അബദ്ധം അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് അത് സൂചിപ്പിച്ച് ഞാനിതിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എല്ലാ വർഗത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടിയാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ഇതുപോലുള്ള അസംബന്ധങ്ങൾ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്ലീസ് പറയരുത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എങ്കിലും വായിച്ചു നോക്കിയിട്ടാണ് അദ്ദേഹം ഇതിങ്ങനെ പറയുന്നതെങ്കിൽ ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. മാർക്സിസം എന്ന് പറയുന്നത് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിയാത്ത ആളുകളാണ് ഇതിൻ്റെ വ്യാഖ്യാതാക്കളും അതിൻ്റെ നടത്തിപ്പുകാരൊക്കെ ആയിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു. ഞാൻ മാർക്സിസത്തെ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നൊന്നും പറയല്ല, എനിക്ക് അങ്ങനെ ഒരു നിലപാടൊന്നുള്ള ആളല്ല. പക്ഷേ തൊഴിലാളി വർഗമായി നിലനിൽക്കണമെന്നാണോ? അങ്ങനെയല്ലല്ലോ. തൊഴിലാളികളുടെ മക്കൾ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനത്തിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിലേക്കും എത്തി വേറെ പൊസിഷനിലെത്തുന്നു, അവരും സഖാക്കളാകുന്നു. അപ്പോൾ മധ്യവർഗത്തിൻ്റെതും ആവുകയാണ് ഈ പാർട്ടി എന്നാണ്. അതെ, അദ്ദേഹം പറഞ്ഞത് എനിക്ക് വളരെ കൃത്യമായി മനസ്സിലായി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. തൊഴിലാളി വർഗത്തിൽപ്പെട്ട ആൾ എല്ലാ കാലത്തും തൊഴിലാളി വർഗത്തിലായിപ്പെട്ട ആളായിക്കൊള്ളണമെന്നില്ല. അയാൾ മറ്റു പല വർഗത്തിലേക്ക് പോകാം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും? ആളുകൾ എങ്ങനെ മാറുന്നു എന്നല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിസ്വവർഗത്തിൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതാണ് പ്രശ്നം. അതിന് ആ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പറ്റില്ല. ഇപ്പം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരിക്കുന്ന സമയത്ത് ഞാനൊരു തൊഴിലാളിയല്ല, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ആളുകൾ മുഴുവൻ തൊഴിലാളികളുമല്ല. അങ്ങനെയല്ല പ്രശ്നം. അത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, അത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ഇതാണ് ലെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിനെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടി എന്ന് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രശ്നം ഇതൊരു വർഗ നിലപാടിൻ്റെ പ്രശ്നമാണ്. ഈ വർഗ നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞു വരാൻ ശ്രമിച്ചത് തന്നെയാണ് അദ്ദേഹം സമ്മതിച്ചത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ തൊഴിലാളി വർഗ രാഷ്ട്രീയ സ്വഭാവത്തിൽ നിന്ന് മാറി, അത് ഇടക്കാലത്ത് നേരത്തെ പറഞ്ഞ കാലത്ത് അതൊരു മധ്യവർഗ സ്വഭാവമാണ് അറച്ചിരുന്നെങ്കിൽ ഇന്നത് അതൊരു അപ്പുറത്തോട്ടുള്ള ബൂർഷ്വാ വർഗ നയങ്ങളെ പരിപൂർണമായി പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ ആക്ഷേപം. ആ ആക്ഷേപത്തെ സാധൂകരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, നിങ്ങൾക്കറിയാലോ, ഈ മറ്റാരെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പുകഴ്ത്തുന്ന ഒരു നടപടിയും പിണറായി വിജയന് സഹിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കോട്ടയം സമ്മേളനത്തിൽ കുറേ ആളുകൾ ആ സമ്മേളനത്തിന് ശേഷം VS അച്യുതാനന്ദന് മുദ്രാവാക്യം വിളിച്ചു. VS അച്യുതാനന്ദന് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അദ്ദേഹം ഇതൊരു പൊതുസമ്മേളനമാണെന്നും പൊതുസമ്മേളനത്തിൽ ആ ഒരു അധ്യക്ഷനും മറ്റ് സംവിധാനങ്ങളുണ്ടെന്നും അതിൻ്റെ ചട്ടവട്ടങ്ങൾക്കനുസരിച്ച് അതിനകത്ത് ഇടപെടാൻ കഴിയുമെന്നുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് മൈക്കിന് മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം ഈ പ്രസംഗിച്ച ആളുകൾക്കെതിരായി കള്ളു കുടിച്ച ആളുകൾ അത് വയറ്റിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തുമാത്രം അസ്വസ്ഥനായിട്ടാണ് സംസാരിച്ചത്. നമ്മൾ കണ്ടതല്ലേ ഈ കാര്യം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഉഷ ഉതുപ്പിൻ്റെ ഗാനമേളയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഇളകി വശമായിട്ട് പറയല്ലേ. ഇതല്ലേ സംബന്ധിച്ചു. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പ് നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ്റെ പടം വെച്ചാൽ വോട്ട് കിട്ടും എന്നതുകൊണ്ട് അവരൊക്കെ പടം വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ പിണറായി വിജയൻ പറയുകയാണ് ഇതിൻ്റെ രീതിയല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, കേരളത്തിൽ വ്യക്തികളുടെ പടം വെച്ച് പ്രചരണം നടത്തുന്ന പരിപാടി ആരംഭിച്ചതാരാണ്? അത് പിണറായി വിജയനാണ്. യാതൊരു സംശയമില്ല. ഞാൻ CPM-ന്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഒരു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥ വരുന്നത്. അതുവരെയുള്ള ഒരു സംസ്ഥാന ജാഥ ലീഡറുടെ ചിത്രം വെച്ചുകൊണ്ടുള്ള നവകേരള യാത്ര വെക്കുന്നത്. ഇത് വെച്ചു. അതൊന്ന് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോളുകളൊക്കെ ഒന്നാണ്.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി ഘടകങ്ങൾ ഈ പോസ്റ്റർ ഞങ്ങൾ ഒട്ടിക്കില്ല എന്ന് പറഞ്ഞു. ഇത് CPM-ന്റെ കീഴ്വഴക്കമല്ല, അതുകൊണ്ട് ഈ പോസ്റ്റർ ഞങ്ങൾ ഒട്ടിക്കില്ല. അങ്ങനെ പോസ്റ്റർ ഒട്ടിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരായി നടപടി ഉണ്ടാകുന്ന അവസ്ഥ ഈ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതായത് പിണറായി വിജയൻ്റെ പടം വ്യാപകമായി പ്രചരിപ്പിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ട്. ഇപ്പം നമ്മൾ അതൊക്കെ അങ്ങനെ പറഞ്ഞു പോയാൽ വളരെ വ്യക്തിപരമായ കാര്യത്തിലേക്കൊക്കെ പോകും. എന്തിനാണ് നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്? ഇപ്പോൾ പിണറായി വിജയൻ്റെ നിരവധി പ്രസ്താവനകൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഓരോ കാര്യത്തിൽ വേറെ ആരുടെയെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ വരുമ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കില്ല. പക്ഷേ പിണറായി വിജയൻ ഈ പ്രിവിലേജൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു നിലപാട് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച ഒരു താരതമ്യം വളരെ പ്രധാനമാണ്. അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബേസിക്കായ പ്രശ്നം. ഒന്ന്, നരേന്ദ്രമോദി എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ നേതാവ് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ശൈലി, നിലപാട്, അദ്ദേഹത്തിന് ഈ പറയുന്ന എന്താണ് നെഞ്ചളവൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്തോ മഹാനാണ് എന്ന് സ്ഥാപിച്ചെടുത്തിട്ട് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ തലപ്പത്തേക്ക് അതിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് ചേർന്ന നിലയിലേക്ക് ഒരുപക്ഷെ അതിന് നേരെ ഈ മറുഭാഗത്ത് നിൽക്കേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയം എന്തൊക്കെ നിലപാടുകളാണോ മുന്നോട്ട് വെക്കുന്നത് ആ നിലപാടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ മുന്നോട്ട് വെക്കുകയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എനിക്കറിയാം, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തതിന് ഒരു സർക്കാർ ജീവനക്കാരനെ കോഴിക്കോട് ജില്ലയിൽ ചെക്കൂട്ടിയൊക്കെ അറിയാം, അയാളെ സസ്പെൻഡ് ചെയ്തു. അയാൾ ഒന്നും ചെയ്തില്ല. അയാൾ ചെയ്ത കാര്യമാണ് പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു കമൻറ്റിനെ ലൈക്ക് ചെയ്തു. ആ ലൈക്ക് ചെയ്തതിന് അയാളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ കാലാവധി 6 മാസത്തിൽ കൂടുതൽ നീട്ടാൻ പറ്റില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും ഈ സസ്പെൻഷൻ പിൻവലിച്ചില്ല. അവസാനം ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ കോടതിയിൽ പോയിട്ട് ട്രിബ്യൂണലിൽ ചെന്നിട്ട് വിധി വാങ്ങിച്ചിട്ടാണ് സർവീസിൽ തിരിച്ചു വന്നത്. പിണറായി വിജയനെതിരായിട്ടുള്ള വിമർശനം. എന്നാൽ പിണറായി വിജയന് അനുകൂലമായിട്ട് ഫേസ്ബുക്കിനകത്തും അത് ഈ സ്തുതിഗീതം പോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ കേരളത്തിലില്ലേ? അവർക്കർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവുന്നുണ്ടോ? നമ്മളൊരു നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഈ നിയമം ബാധകമാവില്ല. പക്ഷേ അങ്ങനല്ല. പിണറായി വിജയൻ അനുകൂലമായി സംസാരിച്ചാൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൽ ആർക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. എന്നാൽ പിണറായി വിജയനെതിരായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സംഘടനാ പ്രവർത്തകർ, അതായത് സർക്കാർ ജീവനക്കാർക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അതിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരു കമൻറ്റ് ഒരാൾ എഴുതിയാൽ, അല്ലെങ്കിൽ ആ കമൻറ്റിനെ ഒന്ന് ലൈക്ക് ചെയ്താൽ അയാളെ സർവീസ് ചട്ടം പറഞ്ഞിട്ട് സസ്പെൻഡ് ചെയ്യുന്ന നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇതുപോലെ എത്ര ആളുകൾക്ക് വേണേൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുക. മറുഭാഗത്ത് ഈ പറയുന്ന ആനുകൂല്യങ്ങളൊന്നും മറ്റാർക്കും, ഇപ്പം നിങ്ങൾ സുധാകരൻ്റെ ജയരാജൻ്റെ കാര്യം പറഞ്ഞു. ജയരാജൻ്റെ കാര്യം ഇത് തന്നെയാണ് പ്രശ്നം. ജയരാജൻ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ സാധാരണ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കണ്ണൂർ ജില്ലയിലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഘത്തെ, അത് ശരിയോ തെറ്റൊന്നുമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു അനുയായി വൃന്ദത്തെ ഉണ്ടാക്കി അത്യാവശ്യം ഗുണ്ടാ പ്രവർത്തനവും മറ്റു പല, അതെ, ചെന്താരകം എന്ന് പറയാൻ ആ പാട്ടുണ്ടായി. അത് വലിയ പ്രശ്നമായി. അത് പറ്റില്ല. അത് ജയരാജൻ അങ്ങനെ, അത് വ്യക്തിപൂജയാണ്, ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. എന്നാൽ ഇതേ കാര്യം തന്നെ പിണറായി വിജയന്റെ പേരിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതാണ് പ്രശ്നം. ഇത് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന പരിപാടിയുമായി ബന്ധപ്പെട്ടല്ല. അതൊരു കൃത്യമായി പറഞ്ഞാൽ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമാണ്. ശരി. Debate with Smriti Parathikkad.